വെൽക്കം ടു മാസ്റ്റർ മൈൻഡ് അക്കാഡമി. എൻ്റെ പേര് ജിജി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 15ാം നിയമസഭ അതുപോലെ തന്നെ 15ാമത്തെ മന്ത്രിസഭയെക്കുറിച്ചൊക്കെയാണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നിങ്ങൾ LDCക്കും ഡിഗ്രി ലെവൽ +2 ലെവൽ ബാച്ചുകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്കാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇവിടെ ജോയിൻ ചെയ്യാവുന്നതാണ്. നമുക്ക് LDCയുടെ ലോങ് ടേം ബാച്ച് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഡിഗ്രി +2 10ൻ്റെ ഒക്കെ ലോങ് ടേം ബാച്ചുകൾ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. കൂടുതൽ ഡീറ്റെയിൽസിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. സോ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സെഷൻസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. സോ നമുക്ക് നോക്കാം. കേരളത്തിൽ നിയമസഭാ ഇലക്ഷൻ നടന്നത് അവസാനമായി 2021 ഏപ്രിൽ 6-നാണ്. 2021 ഏപ്രിൽ 6-ന് നമ്മുടെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണ് കേട്ടോ. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. അതുപോലെ തന്നെ മുഖ്യമന്ത്രി ആരാണ്? പിണറായി വിജയനാണ് മുഖ്യമന്ത്രി. ഇനി 15ാം നിയമസഭ നിലവിൽ വന്നത് എപ്പോഴാണ്? 2021 മെയ് 3-നാണ് 15ാമത്തെ കേരള നിയമസഭ നിലവിൽ വരുന്നത്. 15ാമത്തെ കേരള നിയമസഭയിലെ നിലവിലെ മന്ത്രിമാരുടെ എണ്ണം എത്രയാണ്? 21 21 എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള എണ്ണമാണ് 21 എന്ന് പറയുന്നത്. ഇനി 15ാം നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗമാരാണ്? PJ ജോസഫ് ആണ്. തൊടുപുഴ നിയമസഭ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ വയസ്സ് 79 ആണ്. ഇനി അടുത്തത് 15ാം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ KM സച്ചിൻ ദേവ് ആണ്. KM സച്ചിൻ ദേവ് എവിടെ നിന്നാണ് വരുന്നത്, ഏത് മണ്ഡലത്തിൽ നിന്നാണ് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ബാലുശ്ശേരി, 27 വയസ്സ്. അപ്പൊ മണ്ഡലം നോക്കേണ്ടതുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായി നോക്കേണ്ടതുണ്ട്. PSC ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട്, ഇന്ന MLA ഏത് മണ്ഡലത്തിനാണ് എന്നുൾപ്പെടെ PSC ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് ഓരോരുത്തരുടെയും മണ്ഡലം കൂടി നോക്കുക. അപ്പോൾ സച്ചിൻ ദേവിന്റെ വയസ്സ് എത്രയാണ്? 27 വയസ്സാണ് വരുന്നത്. ഓക്കെ, 27 വയസ്സാണ് സച്ചിൻ ദേവിന് വരുന്നത്. ഇദ്ദേഹമാണ് ഏറ്റവും പ്രായം കുറഞ്ഞത്. ഇനി അടുത്ത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 15ാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയ വ്യക്തി ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ ശൈലജ ടീച്ചറാണ്. ശൈലജ ടീച്ചറാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയ വ്യക്തി. ഇനി 15ാം കേരള നിയമസഭയിൽ അംഗങ്ങളായ സിനിമാ താരങ്ങൾ ആരൊക്കെയാണ്? 2 സിനിമാ താരങ്ങളാണുള്ളത്. ഗണേഷ് കുമാറും മുകേഷുമാണുള്ളത്. ഇനി 15ാം കേരള നിയമസഭയിൽ എത്ര വനിതകളാണുള്ളത്? 12 വനിതകളാണുള്ളത്. 12 വനിതകളാണ് ഉള്ളത്. 12 എണ്ണമാണുള്ളത്. ഇനി നിലവിലെ മന്ത്രിസഭയിൽ 3 വനിതാ മന്ത്രിമാരാണ്. അപ്പൊ നിലവിലെ മന്ത്രിസഭയിൽ എത്ര വനിതകളാണുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ 3 ആണ്. വനിതാ അംഗങ്ങളുടെ എണ്ണം എത്രയാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് 12 ആണ് വരുന്നത്. ആരൊക്കെയാണ് ഈ 3 മന്ത്രിമാര്? ഡോക്ടർ ആർ ബിന്ദു, വീണ ജോർജ്, ചിഞ്ചു റാണി. അങ്ങനെ 3 മന്ത്രിമാരാണ് നിലവിലെ മന്ത്രിസഭയിലുള്ളത് കേട്ടോ. ഇനി 15ാം കേരള നിയമസഭയിലെ പ്രോട്ടം സ്പീക്കർ ആരാണ്? PTA റഹീമാണ് പ്രോട്ടം സ്പീക്കർ എന്ന് പറയുന്നത്. ഇനി 15ാം നിയമസഭയിലെ സ്പീക്കർ ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ AN ഷംസീർ ആണ്. ഷംസീറിന്റെ മണ്ഡലം ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ തലശ്ശേരിയാണ് വരുന്നത്. അതുപോലെ തന്നെ 15ാം കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ശ്രീ ചിറ്റയം ഗോപകുമാറാണ്. മണ്ഡലം എത്രയാണ്? ഏതാണ്? അടൂരാണ് വരുന്നത്. മണ്ഡലം അടൂരാണ് വരുന്നത് കേട്ടോ. ഓർത്തു വെക്കുക. എല്ലാ മണ്ഡലങ്ങളും കൂടി പഠിക്കുന്ന ഉറപ്പായിട്ട് നല്ലതായിരിക്കും. ഇനി നമ്മുടെ മന്ത്രിമാരും അവരുടെ പോർട്ട്ഫോളിയോസുമാണ് നോക്കുന്നത്. ഏതൊക്കെ വകുപ്പാണ് ഈ മന്ത്രിമാരുടെ ചുമതലയിലുള്ളത് എന്നാണ് നോക്കുന്നത്. ഒത്തിരി ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗത്ത് നിന്ന് സാധാരണ രീതിയിൽ വരാറുണ്ട്. നമുക്ക് നോക്കാം. മുഖ്യമന്ത്രി പിണറായി വിജയൻ. നമ്മൾ സാധാരണ പിണറായി വിജയൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി എന്ന് മാത്രമേ നമ്മൾ പറയത്തുള്ളൂ അല്ലെ. പക്ഷെ അദ്ദേഹത്തിന്റെ വകുപ്പുകൾ ഏതൊക്കെയാണ്? നമ്മൾ പോപ്പുലർ ആയിട്ട് കേൾക്കുന്ന ആഭ്യന്തരമാണ്. ആഭ്യന്തരം മാത്രമാണോ ഉള്ളത്? അല്ല, ആഭ്യന്തരം മാത്രമല്ല അദ്ദേഹത്തിനുള്ളത്. പിന്നെ ഏതൊക്കെയാ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ മണ്ഡലം ഏതായിരുന്നു? ധർമ്മടമാണ്. ഓക്കെ, നിയമസഭാ മണ്ഡലം ധർമ്മടമാണ് വരുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ കീഴിലുള്ള വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കാൻ പോകുന്നത്. ആഭ്യന്തരം, പൊതുഭരണം, അഖിലേന്ത്യാ സർവീസ്, ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി വകുപ്പ്, ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാരം, വിവര സാങ്കേതിക വിദ്യ, ദുരിതാശ്വാസം, വിമാനത്താവളങ്ങൾ, മെട്രോ റെയിൽ,
ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ്, വിജിലൻസ്, പ്രവാസി കാര്യം. ഇത്രയും ആരുടെ കീഴിലാണ് വരുന്നത്? ശ്രീ പിണറായി വിജയന്റെ കീഴിലാണ് വരുന്നത്. ഇനി അടുത്തത് പ്രതിപക്ഷ നേതാവ് ആരാണ്? നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് പ്രതിപക്ഷ നേതാവ്. ഓക്കെ, VD സതീശനാണ് പ്രതിപക്ഷ നേതാവ്. ഇനി അടുത്തത് കെ രാജന്റെ നിയമസഭ മണ്ഡലം ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഒല്ലൂറാണ്. ഇനി ഇദ്ദേഹത്തിന്റെ കീഴിലുള്ള അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ചുമതലകൾ വകുപ്പ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാൻഡ് റവന്യൂ, അതായത് ഭൂനികുതി, സർവേ, ലാൻഡ് റെക്കോർഡ്സ്, ഭൂപരിഷ്കരണം, ഭവന നിർമ്മാണം. ഇതാണ് ഇദ്ദേഹത്തിന്റെ വകുപ്പ്. നിയമസഭാ മണ്ഡലം ഏതാണ്? ഒല്ലൂരാണ് നിയമസഭാ മണ്ഡലം വരുന്നത്. ഇനി അടുത്തത് റോഷി അഗസ്റ്റിൻ എവിടെയാ വരുന്നത്? ഇടുക്കിയാണ് റോഷി അഗസ്റ്റിന്റെ മണ്ഡലം ഏതാണ്? ഇടുക്കിയാണ് വരുന്നത്. ഏതാണ് വകുപ്പ്? ജലവിഭവം, കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് അതോറിറ്റി, ഭൂഗർഭജലം, ജലവിതരണവും ശുചീകരണവുമാണ് റോഷി അഗസ്റ്റിൻ. മണ്ഡലം ഇടുക്കിയാണ്. ഇനി അടുത്തത് കെ കൃഷ്ണൻകുട്ടി. ഏതാണ് മണ്ഡലം? ചിറ്റൂരാണ്. ഓക്കെ, നിയമസഭാ മണ്ഡലം ഏതാണ്? ചിറ്റൂരാണ് വരുന്നത്. ഏതാണ് വകുപ്പ്? വൈദ്യുതിയും അനേർട്ടുമാണ്. ഓക്കെ, വൈദ്യുതിയും അനേർട്ടുമാണ് ഇദ്ദേഹത്തിന്റെ വകുപ്പ്. ഓക്കെ, ഇനി അടുത്തത് AK ശശീന്ദ്രൻ. ഇദ്ദേഹത്തിന്റെ നിയമസഭാ മണ്ഡലം ഏതാണ്? എലത്തൂരാണ്. ഓക്കെ, എലത്തൂരാണ് ഇദ്ദേഹത്തിന്റെ മണ്ഡലം. ഇനി അതുപോലെ തന്നെ വനം വന്യജീവി സംരക്ഷണം ആണ് ഇദ്ദേഹത്തിന്റെ വകുപ്പ്. വനം വന്യജീവി സംരക്ഷണമാണ് വകുപ്പ് വരുന്നത്. ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി ഏതാണ് നിയമസഭ വരുന്നത്? നിയമസഭ കണ്ണൂരാണ് വരുന്നത്. ഓക്കെ, നിയമസഭാ മണ്ഡലം കണ്ണൂരാണ് വരുന്നത്. ഏതൊക്കെ വകുപ്പുകളാണ്? തുറമുഖം, മ്യൂസിയം, ആർക്കിയോളജി ആണ്. വരുന്നത് കേട്ടോ. ഇനി അടുത്തത് വി അബ്ദുറഹ്മാൻ. മണ്ഡലം ഏതാണ്? താനൂരാണ് ഇദ്ദേഹത്തിന്റെ മണ്ഡലം. ഓക്കെ, ഇദ്ദേഹത്തിന്റെ മണ്ഡലം ഏതാണ്? താനൂരാണ് ഇദ്ദേഹത്തിന്റെ മണ്ഡലം. വകുപ്പുകൾ ഏതാണ്? സ്പോർട്സ്, വഖഫ് ആൻഡ് ഹജ്ജ്, പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ്, റെയിൽവേ, ന്യൂനപക്ഷക്ഷേമം. ഇതാണ് ഇദ്ദേഹത്തിന്റെ വകുപ്പുകൾ. ഇനി കെ ബി ഗണേഷ് കുമാറിന്റെ നിയമസഭാ മണ്ഡലം ഏതാണ്? പത്തനാപുരമാണ്. വകുപ്പ് ഏതാണ്? ഗതാഗതം, മോട്ടോർ വാഹന വകുപ്പ്, ജലഗതാഗതമാണ് ഇദ്ദേഹത്തിന്റെ വകുപ്പ്. ഇനി അടുത്തത് അഡ്വക്കേറ്റ് GR അനിലിന്റെ നിയമസഭാ മണ്ഡലം ഇതാണ്, നെടുമങ്ങാടാണ്. ഏതാണ്? നെടുമങ്ങാടാണ് വരുന്നത്. ഇദ്ദേഹത്തിന്റെ കീഴിലുള്ള വകുപ്പ് ഏതാണ്? ഭക്ഷ്യ പൊതുവിതരണ, അതുപോലെ തന്നെ ഉപഭോക്തൃ കാര്യം, ലീഗൽ മെട്രോളജി. ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ കീഴിൽ വരുന്ന വകുപ്പുകളാണ്. ഇദ്ദേഹത്തിന്റെ ചുമതലയിലുള്ള വകുപ്പാണിത്. ഇനി അടുത്തത് KN ബാലഗോപാലിന്റെ നിയമസഭാ മണ്ഡലം ഏതാണ്? കൊട്ടാരക്കരയാണ്. ഏതായിരുന്നു? കൊട്ടാരക്കരയാണ്. ഇദ്ദേഹത്തിന്റെ വകുപ്പ് ഏതാണ്? ധനകാര്യം, ട്രഷറി, ലോട്ടറി, സ്റ്റാമ്പ്സ് ആൻഡ് സ്റ്റാമ്പ് ഡ്യൂട്ടീസ്, സംസ്ഥാന ഇൻഷുറൻസ് ആണ് ഇദ്ദേഹത്തിന്റെ വകുപ്പ് വരുന്നത്. ഇനി അടുത്തത് പ്രൊഫസർ R ബിന്ദു. ഏതായിരുന്നു മണ്ഡലം? ഇരിഞ്ഞാലക്കുട. ഏതാണ് വകുപ്പ് വരുന്നത്? ഉന്നത വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യാഭ്യാസം, സാമൂഹ്യ നീതിയാണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് ജെ ചിഞ്ചു റാണിയാണ്. ഏതാണ് നിയമസഭാ മണ്ഡലം വരുന്നത്? ചടയമംഗലമാണ്. ഇനി ഇത് ഏതാ വകുപ്പ് വരുന്നത്? മൃഗസംരക്ഷണം, ക്ഷീരവികസനം, മൃഗശാല, കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി. അപ്പൊ ഇതൊക്കെയായിരുന്നു എന്തെന്ന് പറയുന്നത്? കെ ചിഞ്ചുറാണിയുടെ കീഴിൽ വരുന്ന വകുപ്പ്. ശ്രീമതി ചിഞ്ചുറാണിയുടെ കീഴിൽ വരുന്ന വകുപ്പ്. നിയമസഭാ മണ്ഡലം ഏതായിരുന്നു? ചടയമംഗലമാണ്. ഇനി അടുത്തത് MP രാജേഷ് ആണ്. MP രാജേഷിന്റെ നിയമസഭാ മണ്ഡലം ഏതാണ്? തൃത്താലയാണ്. ഓക്കെ, MP രാജേഷിന്റെ നിയമസഭാ മണ്ഡലം ഏതാണ്? തൃത്താലയാണ്. തദ്ദേശ സ്വയംഭരണം, ഗ്രാമവികസനം, നഗരാസൂത്രണം, എക്സൈസ്, കില. ഇതൊക്കെ ആരുടെ കീഴിലാണ് വരുന്നത്? MP രാജേഷിന്റെ കീഴിലാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ നിയമസഭാ മണ്ഡലം ഏതാണ്? തൃത്താലയാണ് ഇദ്ദേഹത്തിന്റെ നിയമസഭാ മണ്ഡലം. അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ്. ഏതാണ് മണ്ഡലം? നിയമസഭാ മണ്ഡലം ബേപ്പൂരാണ്. നിയമസഭാ മണ്ഡലം ബേപ്പൂരാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ വകുപ്പ് പൊതുമരാമത്തും ടൂറിസവുമാണ്. ഇനി C പ്രസാദ്. ഓക്കെ, എന്തായിരുന്നു? ചേർത്തലയാണ് നിയമസഭാ മണ്ഡലം. ഏതായിരുന്നു? ചേർത്തലയാണ് വരുന്നത്. ഇനി ഇദ്ദേഹത്തിന്റെ വകുപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൃഷി, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, വെയർ ഹൗസിംഗ് കോർപ്പറേഷൻ. അപ്പൊ ഇതാണ് ഇദ്ദേഹത്തിന്റെ വകുപ്പ് എന്ന് പറയുന്നത്.
ഇനി അടുത്തത് കെ രാധാകൃഷ്ണൻ, പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ ദേവസ്വം പാർലമെന്ററി കാര്യമാണ് ഇദ്ദേഹത്തിന്റെ വകുപ്പ്. ശ്രീ കെ രാധാകൃഷ്ണന്റെ വകുപ്പ്. ഇനി അടുത്തത് ശ്രീ വി എൻ വാസവൻ. ശ്രീ വി എൻ വാസവൻ ഏതായിരുന്നു? രജിസ്ട്രേഷൻ സഹകരണമാണ് ശ്രീ വി എൻ വാസവന്റെ വകുപ്പ്. ഇനി അടുത്തത് ശ്രീ പി രാജേഷ് ഏതായിരുന്നു വകുപ്പ്? നിയമം, വ്യവസായം, കയർ, വാണിജ്യം, മൈനിങ് ആൻഡ് ജിയോളജി ആണ് ഇദ്ദേഹത്തിന്റെ വകുപ്പായിട്ട് പറയുന്നത്. അടുത്തതാണ് ശ്രീ വി ശിവൻകുട്ടി ഏതായിരുന്നു? പൊതുവിദ്യാഭ്യാസം, തൊഴിൽ, നൈപുണ്യ വികസനം, വ്യാവസായിക ട്രിബ്യൂണലുകൾ. ഇത്രയുമാണ് ആരുടെ വകുപ്പുകൾ? വി ശിവൻകുട്ടിയുടെ വകുപ്പുകൾ. അപ്പൊ നമ്മൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മെയിൻ വകുപ്പുകളൊക്കെ സാധാരണയായിട്ട് നമ്മൾ പഠിക്കും, അല്ലെങ്കിൽ ന്യൂസുകളിൽ ഇങ്ങനെ ചർച്ചയൊക്കെ വരുമ്പോൾ മെയിൻ വകുപ്പുകളൊക്കെ അറിയും. അല്ലാതെ നമുക്ക് ഇതിന് കീഴിൽ കുറെ, ഇത് മാത്രമല്ല, ഇപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വി ശിവൻകുട്ടിയുടെ വകുപ്പ് ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയും എന്തായിരുന്നു? വിദ്യാഭ്യാസ വകുപ്പാണ്. പക്ഷെ വ്യാവസായിക ട്രിബ്യൂണലുകൾ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ കീഴിൽ തന്നെയാണ് വരുന്നത്. അപ്പൊ അതും കൂടി ഓർത്ത് വെക്കുക കേട്ടോ, കാരണം നമുക്ക് എക്സാം വരുന്നുണ്ട്. അപ്പൊ തീർച്ചയായും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ നല്ല രീതിയിൽ പഠിക്കുവാണെങ്കിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി അടുത്തത് വീണ ജോർജ്, ആരോഗ്യം, കുടുംബക്ഷേമം, മെഡിക്കൽ യൂണിവേഴ്സിറ്റി, വനിതാ ശിശുക്ഷേമമാണ് വരുന്നത് വീണ ജോർജിന്റെ. അതുപോലെ തന്നെ സജി ചെറിയാൻ എന്താ വരുന്നത്? സാംസ്കാരികം, മത്സ്യബന്ധനം, ഫിഷറീസ് സർവകലാശാല, യുവജന കാര്യങ്ങളാണ് മന്ത്രി സജി ചെറിയാന്റെ വരുന്നത് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുമല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. വീണ്ടും വീണ്ടും കാണുന്നതിലൂടെ, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഏതൊരു കാര്യവും റിവിഷനിലൂടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഓർമ്മ കിട്ടും. അല്ലെങ്കിൽ എക്സാം ഹോളിൽ പോയിട്ട് എ ആണോ ബി ആണോ സി ആണോ ആൻസർ എന്നുള്ള കൺഫ്യൂഷൻ വരും. എത്രത്തോളം ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ പഠിക്കുക എന്നുള്ളതിൽ കാര്യമില്ല, പഠിക്കുന്നത് ക്വാളിറ്റിയിലാണോ എന്നുള്ള കാര്യമാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ക്വാളിറ്റിക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കുക. പിന്നെ വീണ്ടും ഞാൻ പറയുവാണ്, നിങ്ങൾക്കൊരു ബാച്ചിൽ ജോയിൻ ചെയ്ത് ഒരു കോഴ്സൊക്കെ എടുത്ത് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് മാസ്റ്റർ മൈൻഡ് ചൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ ലൈവ് ആൻഡ് റെക്കോർഡ് സെഷൻ ഉണ്ട്, മെന്ററിംഗ് സപ്പോർട്ട് ഉണ്ട്, മോക്ക് ടെസ്റ്റുകളും PYQ ഡിസ്കഷനും എല്ലാം ഉണ്ട്. അപ്പോൾ ഈ കംപ്ലീറ്റ് ഒരു പാക്കേജിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഈ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ LDC ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ലോങ് ടേം ബാച്ച് ആണ് വരുന്നത്. ഓക്കെ, ലോങ് ടേം ബാച്ച് ആണ് വരുന്നത്. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുന്നതിലൂടെ എന്തായിരുന്നു, നല്ല രീതിയിൽ നിങ്ങൾക്ക് റാങ്കിൽ എത്താൻ സാധിക്കും. നല്ല റാങ്ക് എന്തായാലും പഠിക്കാൻ തീരുമാനിച്ചു, അപ്പോൾ നല്ല പോലത്തെ റാങ്ക് എത്തുക. ഇപ്പം നമ്മൾ എങ്ങനെയെങ്കിലും ഒരു റാങ്ക് ലിസ്റ്റിന് അകത്ത് വേണം എന്നല്ല വിചാരിക്കണം, 100-നകത്ത് തന്നെ റാങ്ക് വേണം എന്ന് വിചാരിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. വീണ്ടും അടുത്തൊരു സെഷനിലേക്ക് കാണാം. ബൈ.